നന്ദകുമാർ, നമസ്കാരം. നമസ്കാരം സാർ. നന്ദകുമാറിൻ്റെ ഒരു പുസ്തകം ഹിന്ദുത്വ ഫോർ ദി ചേഞ്ചിങ് ടൈംസ് ഇതാണ്. ഇത് 4 കൊല്ലം മുമ്പ് ഇംഗ്ലീഷിൽ വന്നതാണ്. അടുത്ത കാലത്ത് മലയാളത്തിലും വന്നു. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ദത്തോപന്ത് ഠേങ്ഡിക്കാണ്. ഠേങ്ഡി 63 ഒക്കെ രാജ്യസഭാംഗമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും ആ സമയത്ത് അദ്ദേഹം പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ കോളനി വാഴ്ചകളുടെയൊക്കെ അവശിഷ്ടങ്ങളുണ്ടല്ലോ, ജോർജ് ആറാമൻ തുടങ്ങിയുള്ള പ്രതിമകൾ, ഇതൊക്കെ നമ്മളെടുത്ത് മാറ്റണം, എന്താണ് ഇവിടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ വയ്ക്കാത്തത് എന്നൊക്കെ ചോദിച്ചൊരു പ്രഭാഷണമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ അതിലൊരു എന്തോ ചിന്ത അതിൻ്റെ പുറകിലുണ്ടല്ലോ, ഒരു വിചാരമുണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ്, ഈ ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്തവും കമ്മ്യൂണിസം അല്ലാതെ നമുക്ക് വേറൊരു സാമ്പത്തിക രീതിയും ശാസ്ത്രവും ഭാരതീയമായ സംഗതികളൊക്കെ വേണം, തേർഡ് വേ എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ ആ തേർഡ് വേ അത് കഴിഞ്ഞ് 2002 മാർച്ചിൽ ഇതൊക്കെ സംബന്ധിച്ച് RSS ഒരു പ്രമേയവും ഈ തേർഡ് വേ ആയിട്ട് ഭാരതീയമായ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി സ്വദേശി പ്രമേയമൊക്കെ വന്നിരുന്നു. ഏതാണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ അടുത്തെത്തിയോ? തീർച്ചയായിട്ടും സന്തോഷം. ABC-യിൽ അങ്ങേപ്പോലൊരാളുമായി ഇത്രയും ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊരവസരം കിട്ടിയത് ഒരു വലിയ അഭിമാനമായിട്ട് കണക്കാക്കുകയാണ്, ആനന്ദത്തെക്കാൾ ഉപരി. തീർച്ചയായിട്ടും ഞാൻ ദത്തോപന്ത് ഠേങ്ഡിജിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇത് സമർപ്പിക്കാനുള്ള കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഹിന്ദുത്വ ആശയം, ഭാരതത്തിൻ്റെ തനിമയിലൂന്നി നിന്നുകൊണ്ടുള്ള സൈദ്ധാന്തിക പ്രവർത്തനം, വൈചാരിക പ്രവർത്തനം ഇത്രയും ഗൗരവതരമായി ചെയ്ത ഒരു വ്യക്തി ആധുനിക കാലത്ത് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിലെടുത്താൽ ഒരു പക്ഷേ നമുക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സ്വാമി വിവേകാനന്ദനോ മഹർഷി അരവിന്ദനോ ഒക്കെ തുടങ്ങി വെച്ച ആ ഭാരത കേന്ദ്രീകൃതമായ നേഷൻ ഫസ്റ്റ് തിങ്കിങ് പ്രോസസ്സിൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു വക്താവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ 60-കളിൽ തുടക്കത്തിൽ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നപ്പോൾ ഈ ഡീകോളനൈസേഷൻ എന്ന് പറയുന്ന ആശയം, ഒരുപക്ഷെ ഡീകോളനൈസേഷൻ അങ്ങേയറ്റം സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ചയാക്കി മാറ്റുന്നതിനുള്ള വിജാവാപം ദത്തോപന്ത് ഠേങ്ഡിയാണ് നടത്തി. അങ്ങ് അത് ഓർത്ത് ഇത് ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിന് വലിയ കടപ്പെട്ടിരിക്കുന്നു, ചിന്താ സമൂഹം അങ്ങയോട് കടപ്പെട്ടിരിക്കുകയാണ്. ഠേങ്ഡിജിയാണ് അത് ആരംഭിക്കുന്നത്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതേ തുടർന്നിട്ടാണ് അദ്ദേഹം ഭാരതത്തിൽ ഒട്ടനവധി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം, ഭാരതീയ കിസാൻ സംഘ്, ഇനി പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനസംഘത്തിലും ഉണ്ടായിരുന്നു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പിന്നിലെ ഇനിയും സ്ഥാപകാംഗങ്ങൾ എന്നാരെങ്കിലും പെടുത്തുകയാണെങ്കിൽ അതിലും ദത്തോപന്ത് ഠേങ്ഡിജിയുടെ സംഭാവന വളരെ കൂടുതലായിരുന്നു. ഇതേപോലെ തന്നെയാണ് സ്വദേശി ജാഗരണ മഞ്ച്. അങ്ങ് പറഞ്ഞ ഈ 2002 കാലഘട്ടത്തിലെ സംഘപ്രമേയം, ഒരു സാമ്പത്തിക പ്രമേയം ഒരുപക്ഷെ ആദ്യമായിട്ട് സംഘം പാസ്സാക്കുന്നത് ഠേങ്ഡിജിയുടെ നേതൃത്വത്തിലാണ്. ഭാരതത്തിലൊരു 2ാം സ്വാതന്ത്ര്യ സമരം, പ്രത്യേകിച്ച് ഒരു സ്വദേശി പ്രക്ഷോഭം, 2ാം സ്വദേശി പ്രക്ഷോഭം ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. ഈ ഒരു തുറന്നുകൊടുക്കലിൻ്റെ ഒരു പുതിയ മാർക്കറ്റൈസേഷൻ്റെയൊക്കെ ഒരു പുതിയ സിദ്ധാന്തങ്ങളുമായി ചിലരൊക്കെ രംഗപ്രവേശം ചെയ്തപ്പോൾ അതൊരു പരിധി വിട്ട് മുന്നോട്ട് പോകുന്നു. അത് നമ്മുടെ തനിമയെ ബാധിക്കുന്നു. ഇപ്പം ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ആശയം, മറുഭാഗത്ത് ക്യാപിറ്റലിസ്റ്റ് ആശയം. ഇത് രണ്ടല്ലാതെ ഒന്നുകിൽ കടൽ അല്ലെങ്കിൽ ചെകുത്താൻ യൂറോസെൻട്രിസം സംഭവം. അപ്പോൾ ഇതിനെ രണ്ടിനെയും സൂക്ഷ്മമായി വിലയിരുത്തിച്ചെന്ന ഒരു യൂറോസെൻട്രിക് കാഴ്ചപ്പാടാണ് ആണ്. പക്ഷേ ഇത് അല്ലാതെ ഒരു ഗോൾഡൻ മീൻ, ഒരു മിഡിൽ പാത്ത് അല്ലെങ്കിൽ ഒരു റിയൽ പാത്ത്, അത് ഭാരതീയ മാർഗമാണ്, അതൊരു സ്വദേശി മാർഗമാണ്. അതിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ആശയം ഏകാത്മ മാനവദർശനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആധുനിക കാലത്ത് അവതരിപ്പിച്ചൊരു മഹാത്മാവ്, ഭാരതത്തിനുള്ളിൽ സ്വദേശി കാഴ്ചപ്പാടോടുകൂടി ആഗോളതലത്തിലെ സാമ്പത്തിക വ്യതിയാനങ്ങളെ വിലയിരുത്തിയ മഹാത്മാവ്.
മറ്റെല്ലാവരും ഒരു പക്ഷേ എക്കോയിങ് വാട്ട് വിച്ച് ദേ ആർ ടെല്ലിങ്, അതാണ് ചെയ്തത്. നമ്മുടെ മാർഗത്തിലൂടെ ഗാറ്റിനെയാണെങ്കിലും ഈ പുതിയതായി ഉണ്ടാകുന്ന വേൾഡ് ബാങ്കും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന പല വൈതരണികളും പല കിടങ്ങുകളും പല കെട്ടുപാടും കെണിയും അൺസീൻ സ്ട്രിങ്സിനെ കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നത് അദ്ദേഹമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ, ഇപ്പോൾ കേരളത്തിൽ ഭാരതീയ വിചാരകേന്ദ്രം ഉണ്ടാകുമ്പോൾ പരമേശ്വർജി അതിൻ്റെ സ്ഥാപകനായിരുന്നെങ്കിലും അതിൻ്റെ ഉദ്ഘാടനം ദത്തോപ്പൻ ഠേങ്കഡിയാണ് നിർവഹിച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈചാരിക രംഗത്ത് ഹിന്ദുത്വ ആശയത്തെ ആദർശത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് മുമ്പിലുള്ള ഒരു എളിയ സമർപ്പണമാണ് ഞാനത് നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്നത്തെ ഈ മാറ്റം ഭാരതത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം, ആ മാറ്റം കാണുമ്പോഴൊക്കെ ഈ അങ്ങ് ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിൽ വരികയാണ്. ധേങ്കഡിജി പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്. ഈവൻ ഒരു വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ നേതാജിയുടെ പ്രതിമയല്ലേ വേണ്ടതെന്ന് ചോദിച്ചത്, അതുപോലും വന്നു. അതിനപ്പുറത്തേക്ക് കടന്ന് ഇങ്ങ് തെക്ക ആധീനത്തിൽ നിന്ന് നമ്മുടെ അവിടുത്തെ ആ ധർമ്മദണ്ഡ് ഇവിടുന്ന് അധീനങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോളം എത്തി. ഡൽഹിയിലെ പ്രധാനപ്പെട്ട രാജപഥം മാറിയത് കർത്തവ്യ പഥമാകുന്നു. ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആദരണീയനായ പ്രധാനമന്ത്രി നമുക്കൊക്കെയും എടുക്കാനുള്ള 5 സങ്കല്പങ്ങൾ, 5 ശപഥങ്ങൾ തന്നപ്പോൾ അതിൽ പാരമ്പര്യത്തിലുള്ള വിശ്വാസം, രാഷ്ട്രത്തെ ഏറ്റവും ഉന്നത തലത്തിൽ എത്തിക്കാനുള്ള ഉറച്ച ഒരു തീരുമാനം, ഇതേപോലെ തന്നെയാണ് യു ഹാവ് ടു ഇറേസ് ദ ലാസ്റ്റ് ട്രെയ്റ്റ്സ് ഓഫ് സെർവിറ്റ്യൂഡ് ഫ്രം യുവർ മൈൻഡ്. മനസ്സിൽ നിന്ന് അടിമത്തം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഉള്ളിൽ നിന്നും മാറ്റുക, അതുതന്നെയാണ് ഠേങ്കഡിജിയും പറഞ്ഞത്. അതിന്ന് ഒന്നൊന്നായി നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അമൃതകാലത്തിൻ്റെ പ്രാരംഭം, അമൃതകാലത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം ഇത്തരം വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായ ഒട്ടനവധി സത്പരിണാമങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയാണ്. ഒരർത്ഥത്തിൽ നമ്മൾ അനുഗ്രഹീതരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. ഇപ്പോൾ വില്യം വേർഡ്സ്വർത്ത് പ്രില്യൂഡിൽ എഴുതിയതുപോലെ ഈ ഒരു ഡോണിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ബ്ലിസ്സാണ്, ഒരു വലിയ അനുഗ്രഹവും ഒരു ആനന്ദവുമാണ്. അതാണ് ഇന്ന് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗാന്ധിയുടെ ഗ്രാമസ്വരാജിൽ നിന്ന് ഈ ഠേങ്ഡിയുടെ ഒക്കെ ഈ ആശയം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആശയതലത്തിൽ സൂക്ഷ്മമായി വിലയിരുത്തി നോക്കിയാൽ വലിയൊരു വൈരുദ്ധ്യം അതിൽ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഗാന്ധിജിയുടെ ദർശനത്തിലെ ഗ്രാമത്തിൻ്റെ മഹത്വം, ആ ഗ്രാമമഹത്വത്തെ അതിൻ്റെ ആ ഒരു നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സ്വദേശി സങ്കല്പം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഗാന്ധിജിയിൽ നിന്ന് വിയോജിക്കുന്ന ഒരു മേഖല, അത് പ്രധാനമായിട്ടും ആധുനികതയോടുള്ള ഗാന്ധിജിയുടെ സമീപനമാണ്. ആധുനികതയിൽ ഇപ്പോൾ ഇവൻ ട്രെയിനായാലും യൂട്ടൻസിൽസ് ഉപയോഗിക്കുന്ന കാര്യമായാലും യന്ത്രങ്ങളെ, അവിടെയൊക്കെ ഗാന്ധിജിക്ക് നമുക്ക് വായനയിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഈവൻ ഹിന്ദു സ്വരാജ് വായിക്കുമ്പോൾ പോലും നമുക്ക് തോന്നുന്ന ഒരു കാര്യം, അനാവശ്യമായ ചില കാർക്കശ്യങ്ങൾ അതിലില്ലേ എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പോൾ അനാർക്കിയിൽ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്, ഗാന്ധിയൻ അനാർക്കിയിൽ ഇരിക്കട്ടെ. ഇവിടെ ഗാന്ധിജിയുടെ മൂലാശയം ഗ്രാമം, ഗ്രാമീണത, നമ്മുടെ പാരമ്പര്യം, തനത് വിദ്യകൾ, പക്ഷേ അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ആധുനികതയെ കൂടി. അവിടെ സവർക്കറുടെ ഒരു നിർവചനമാണ് ആധുനികതയെക്കുറിച്ച്, യന്ത്ര ഉപയോഗങ്ങളെക്കുറിച്ച് എനിക്കെപ്പോഴും സ്വീകാര്യമായിട്ട്, അല്ലെങ്കിൽ സംഘം എപ്പോഴും സ്വീകാര്യമായിട്ട് എടുക്കുന്നത്. ഈ യന്ത്രങ്ങളോ അല്ലെങ്കിൽ ആധുനിക ടെക്നോളജിയോ അത് മനുഷ്യൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ആമാണ്. നമ്മുടെ കയ്യെ, ഞാൻ മാങ്ങ പറിക്കണമെങ്കിൽ എനിക്കൊരു എക്സ്റ്റെൻഡഡ് ആം വേണം, കൈക്ക് ഇത്ര എത്താൻ പറ്റുമോ, അതുകൊണ്ടൊരു തോട്ടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആ തോട്ടിയാണ് യന്ത്രം. തൊട്ടിയെ പാടില്ല എന്ന കാർക്കശ്യം നമ്മളെ എങ്ങും കൊണ്ട് എന്ന് എത്തിക്കില്ല. അത് പാടില്ല. കാരണം തോട്ടി കൊണ്ട് നമുക്ക് നിയന്ത്രിക്കുകയും ചെയ്യാം. പാപ്പാന്റെ കയ്യിലും തോട്ടിയാണ്, അത് അങ്കുശമാണ്. അങ്കുശമില്ലാത്ത ഇത് ശരിയല്ല, അത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലാണ് പലപ്പോഴും നമുക്കൊരു വിയോജിപ്പ് തോന്നുന്നത്. പിന്നെ ഭാരതത്തിൻ്റെ തനിമയെക്കുറിച്ച് പറയുന്നതിൽ അദ്ദേഹം എവിടെയും മിൻസ് ചെയ്തിട്ടില്ല വേർഡ്സ് എങ്കിൽ പോലും ഇഷ്ടം പോലെ
ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പലതും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കാണ്. അത് പലരും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യൻ തന്നെ എങ്ങനെയെല്ലാമാണ് അതിനെ ഉപയോഗിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയൊക്കെയുള്ളൊരു വിയോജിപ്പൊഴികെ ബാക്കി ഗാന്ധിജിയെ സദാ നിത്യേന സ്മരിക്കുന്ന ഏതെങ്കിലും സംഘടന ഭാരതത്തിലുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സ്വയംസേവക സംഘം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് സർവാദരണീയനാണ്, പ്രാതസ്മരണീയനാണ് അദ്ദേഹം. സനാതനിയാണ്. അത് ആ സനാതനിയാണ് എന്ന് പറയാൻ, പരസ്യമായി പറയാൻ, ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയൊക്കെ ആവശ്യത്തിലേക്ക് വേണ്ടി അദ്ദേഹം വന്നപ്പോഴൊക്കെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ് ഞാനൊരു ഹിന്ദു സനാതനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സനാതനം ഡെങ്കിയാണ്, പ്ലേഗാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല എല്ലാ ഭാരതീയ സാഹിത്യവും എന്താണ് നശിച്ചു പോയാലും ഈശാവാസ്യത്തിലെ ആദ്യത്തെ മന്ത്രം ഈശാവാസ്യമിതം സർവം തേന ഭുഞ്ചീത അതുണ്ടെങ്കിൽ ഭാരതം എന്നും നിലനിൽക്കും എന്ന് തിരുവനന്തപുരത്ത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം വന്ന സമയത്ത് ടെണ്ടുൽക്കറുടെ ആ 4 ഭാഗം ജീവചരിത്രത്തിലാണ് ഇത് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് അധികം ആളുകൾ വായിച്ചിട്ടില്ലാത്തതാണ് ആ ടെണ്ടുൽക്കറുടെ. അത് ക്ഷേത്രപ്രവേശന വിളംബരം ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴും ദലിതർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, ഈഴവര് മാത്രമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നല്ലോ 15 ദിവസം ദലിതരെയും കൊണ്ട്. ആ സമയത്ത് നടത്തിയ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പിന്നെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, അതിനെ സംബന്ധിച്ചിട്ടുള്ള മോദി ധാരാളം ഈ വിദേശ ഉച്ചകോടികളിലൊക്കെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ 2030 ആവുമ്പോൾ ഈ കാർബൺ എമിഷൻ ധാരാളം കുറയ്ക്കും എന്നൊക്കെ പറയുന്നതൊക്കെ കാണാം. ഇതിൻ്റെ മൂലകാരണം ബൈബിളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വല്ലതും ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും ഈ മതങ്ങൾക്ക് ഇതിലൊരു പങ്ക്, മതം എന്ന് പറയുമ്പോൾ ഈ അബ്രഹാമിക് മതങ്ങൾക്ക് ഇതിലൊരു പങ്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് ഈ പ്രകൃതി ശോഷണത്തിൽ. കാരണം പ്രകൃതിയെക്കുറിച്ചുള്ള മൂലസങ്കല്പം, അവരുടെ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്താണ് പ്രകൃതിയെക്കുറിച്ച് പറയുന്നത്? ഞാൻ മതവിരോധം പറയല്ല, പക്ഷേ പറയുന്നിടത്ത് തന്നെ ഇത് നിനക്കായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അങ്ങനെയാണല്ലോ ആദ്യ സൃഷ്ടി 2 പേരെ നടത്തിയ. അത് തന്നെ ഏതാണ് ആദ്യം സൃഷ്ടിച്ചതെന്നൊക്കെ ഉള്ളത്, ഏതിനു വേണ്ടി പിന്നീട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. ഏതായാലും പ്രകൃതിയെക്കുറിച്ച് ഇതൊരു ഏതൻ തോട്ടം നിനക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇത് നിനക്കായി സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ഈക്വാലിറ്റി ഇല്ല. അത് എനിക്ക് വിധേയപ്പെട്ട് കിടക്കേണ്ടതാണ് എപ്പോഴും. ആ ഒരു ഭാവത്തോടെയാണ് തുടക്കം മുതലേ മനുഷ്യൻ അവരുടെ നാട്ടുകളിൽ പ്രവർത്തിച്ചത്. അതിന് ഞാൻ മറ്റൊരു കാരണം കൂടി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഭാരതത്തിൻ്റെ വൈഭവകാലം, ഭാരതം ലോകത്തിലെ സാമ്പത്തിക മേഖലയെ, വ്യാപാര മേഖലയെ ഒക്കെ സ്വാധീനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആംഗസ് മെഡിസൻ്റെയൊക്കെ പഠനത്തിൽ നിന്നത് വളരെ വെളിവായിട്ട് വന്നിട്ടുണ്ട്. 2000 വർഷത്തെ ലോക സാമ്പത്തിക ചരിത്രം, മില്ലീനിയം പെർസ്പെക്റ്റീവ് അദ്ദേഹം എഴുതിയപ്പോൾ അതൊരു വസ്തുതയാണ്. ലോകത്ത് ഭാരതത്തിന് സ്വാധീനം ഉണ്ടായിരുന്നു. ഭാരതീയ രാജാക്കന്മാർക്ക്, ആദ്യകാലത്ത് ചോളന്മാർക്കായാലും ലോകത്തിൻ്റെ GDP-യിൽ വലിയ 33% വരെ പല ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ പോയിന്റ്, ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ആ പ്രദേശങ്ങളുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ഭാരതം ശ്രമിച്ചിട്ടില്ല. അവിടെ എങ്ങും അവരുടെ വിഭവങ്ങളെ ചോർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഞാൻ രാജാക്കന്മാരുടെ പേര് പറഞ്ഞത് അന്ന് ചോളന്മാരായാലും പാണ്ഡ്യന്മാരായാലും തെക്കു ഭാഗത്തെ, വടക്കു ഭാഗത്തും ഉണ്ടായിരുന്ന രാജാക്കന്മാർക്കൊക്കെയും ഇതിൽ വലിയ പങ്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സൈനികമായ ചില പ്രയോഗങ്ങൾ നടത്താനുള്ള കരുത്തുണ്ടായിരുന്നവരാണ് കച്ചവടം നടത്തിയിരുന്നവർ. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരിടത്തും കടന്നാക്രമണം നടത്തിയിട്ടില്ല. നടത്താതിരുന്നതിൻ്റെ കാരണം ഹിന്ദു മൂല്യങ്ങളാണ്. പ്രകൃതിയെ ദേവതയായി സങ്കല്പിക്കുന്ന ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. നമ്മിലുള്ള ചൈതന്യം തന്നെ പുറത്തുണ്ട് എന്ന ഒരു സങ്കല്പമുള്ളവൻ ഒരിക്കലും ചൂഷണം ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് കഴിഞ്ഞൊരു 300 350 പരമാവധി 400 വർഷമാണ് ഈ പാശ്ചാത്യരുടെ കോളനിവൽക്കരണം ഭാരതം, ആഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിൽ സ്വാധീനം അവർ നേടിയത്. ഈ പ്രകൃതി ശോഷണം എന്ന് പറയുന്ന പ്രശ്നം, ധ്രുവങ്ങൾ ഉരുകുന്നു എന്നുള്ള പ്രശ്നം, അന്തരീക്ഷം ചൂടാവുന്നു എന്നുള്ള പ്രശ്നം, ഭൂമിയുടെ ഹരിതാഭയെക്കുറിച്ച് ONV കുറുപ്പിനൊക്കെ കരയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതെപ്പോഴാണ് ഉണ്ടായത്?
അന്നൊന്നും ഇവിടെ ഒരു ചരിത്ര ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ഒരു പൗരാണിക ഗ്രന്ഥങ്ങളിലും ഈ വിഷയം പരാമർശിക്കപ്പെടുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇന്ന് പാശ്ചാത്യർക്കുള്ളതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക സ്വാധീനം ഭാരതീയർക്കുണ്ടായിരുന്നു എന്നിരിക്കെ അന്ന് നടക്കാതിരുന്ന ഒന്ന് ഈ 300-350 വർഷത്തിനിടയിൽ നടക്കണമെങ്കിൽ വേറെ എന്തോ കാരണമുണ്ട്. ഉണ്ട്. ആ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ആന്തരികമായ ഒരു കാരണമുണ്ട്, കാഴ്ചപ്പാടിന്റെ ഒരു ആന്തരിക ശക്തിയുമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഹിന്ദുമതം നിലനിന്നു. ഈ ഇപ്പോൾ നന്ദകുമാർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് കാൾ മാർക്സ് ഇന്ത്യയെ പറ്റി എഴുതിയ 33 ലേഖനങ്ങളിൽ ഭാവി ഫലങ്ങൾ, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാവി ഫലങ്ങൾ എന്ന് പറഞ്ഞ ലേഖനത്തിൽ ഹിന്ദുക്കൾ ഈ ഹനുമാൻ എന്ന കുരങ്ങിനെയും ശബള എന്ന പശുവിനെയും ആരാധിക്കുന്ന അപരിഷ്കൃതരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബള കാമധേനു. ഇതാണ് ഈ യൂറോ സെൻട്രിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ 3 കൂട്ടർക്കും ഇതായിരുന്നു സമീപനം. കമ്മ്യൂണിസ്റ്റുകൾക്കും അവരിപ്പോൾ വലിയ പ്രകൃതി സംരക്ഷകരെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രകൃതിയെക്കുറിച്ച് ഒരാദരവും ഉണ്ടായിരുന്നവരല്ല അവരും കമ്മ്യൂണിസ്റ്റുകളും. ഇതെല്ലാം ഒരു തരത്തിൽപ്പെട്ട അബ്രഹാമിക് റിലിജിയൻസാണ്, ഒരു വെസ്റ്റേൺ കാഴ്ചപ്പാടാണ്. അത് തന്നെയാണ് അവരും ചെയ്തേക്കുന്നത്. ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിലും ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ, പ്രധാനിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ നമ്മളെ ബാർബേറിയൻസ് എന്നാണ് കണക്കാക്കിയിരുന്നത്. കാർൽ മാർക്സിനെയും ഒരല്പം ഔദാര്യം തന്ന് സെമി ബാർബേറിയൻസ് എന്ന് വിളിച്ചു. സ്റ്റാലിൻ 1925 എഴുതിയ ലേഖനത്തിൽ പറയുന്നത് കുറച്ച് വെയിറ്റ് ചെയ്യുക, ഇവർ തമ്മിൽ തല്ലി പല രാഷ്ട്രങ്ങളായി ചിതറി നമുക്ക് വിപ്ലവം വരുത്താനുള്ള സൗകര്യം ഉണ്ടാക്കി തരും എന്ന് എഴുതി. ഇതായിരുന്നു ഭാരതത്തോടുള്ളതും ഭൂമിയോടും കിട്ടിയപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതിയത്. കാരണം നെഹ്റു പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ എടുത്ത് സോവിയറ്റ് യൂണിയൻ്റെ പാവയായിട്ട് പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പാക്കുമ്പോൾ നശിച്ചു പോകുന്നത് തന്നെയാണ് അവിടുത്തെ എക്കണോമിസ്റ്റുകളൊക്കെ എഴുതിയിരുന്നത്. അത് തീർച്ചയായിട്ടും നെഹ്റുവിൻ്റെ സമീപനം നോക്കിയാൽ അത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മാത്രമല്ല, അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിൽ പെട്ടുപോവുകയും അത് യൂളോഗൈസ് ചെയ്ത് സംസാരിക്കുന്നതിൽ നെഹ്റുവിന് 1927 ഒക്ടോബർ വിപ്ലവത്തിൻ്റെ 10ാം വാർഷികത്തിന് അവിടെ കുടുംബസമേതം പോയതാണ്. 1936 ലക്നൗ ACC സമ്മേളനത്തിൽ ഇദ്ദേഹം ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ അതിന് തൊട്ടു മുമ്പുള്ള കോമിറ്റേണിൽ പങ്കെടുക്കാൻ ഇംഗ്ലണ്ടിൽ പോയിരുന്നു. അവിടെ വെച്ച് രജനി പാമേദത്തുമായിട്ട് ഒരു സൈഡ് ലൈറ്റ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പറയപ്പെടുന്നത് 36 AICC പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ പ്രധാന ഭാഗങ്ങൾ മുഴുവൻ, താത്വിക ഭാഗങ്ങൾ മുഴുവൻ രജനി പാമേദത്ത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തതാണെന്നാണ്. അത് പ്രകടമാണ്. രജനി പാമേദത്തിൻ്റെ ആണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയം എത്ര പച്ചയ്ക്കാണ് ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ, ഖണ്ഡികകളിൽ അദ്ദേഹം പറയുന്നത്. ലോകത്ത് വിജയിക്കുന്ന ഒരൊറ്റ ദർശനം മാത്രമേ ഉള്ളൂ, അത് കമ്മ്യൂണിസമാണ്. സോവിയറ്റ് യൂണിയനിൽ പോയി തിരിച്ചു വന്നിട്ട് സോവിയറ്റ് റഷ്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ചെറുത് ലെനിൻ മഹാനാണെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതിനോട് ചേർത്ത് വെച്ച് മറ്റൊന്നുകൂടി ഇവിടുത്തെ ചിന്തകന്മാർ വിലയിരുത്തേണ്ട മറ്റൊരു വിഷയം കൂടിയാണ്. ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ താത്വികമായി അകലുന്നത് ഈ 30കളുടെ ഈ സാഹചര്യത്തിലാണെന്നുകൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ഈ സ്വദേശി പ്രക്ഷോഭം, വന്ദേമാതര പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഭാരതത്തിൻ്റെ തനിമയിലൂന്നി നിന്നിട്ടുള്ള ഒരു മുന്നേറ്റം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, അതിൻ്റെ വഴിതെറ്റി തുടങ്ങുന്ന ഇതോടുകൂടിയിട്ടാണ്. അതും കൂടിയാണ്. അതെ. ഇതിൻ്റെ അകത്ത് ഡാറ്റായിസം ഒരു വിഷയമാണ്. ഈ കൃത്രിമ ബുദ്ധി അനുഗ്രഹമാണോ ശാപമാണോ എന്ന് പറഞ്ഞൊരു ചോദ്യം അതിൻ്റെ അകത്ത് ഉന്നയിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കേംബ്രിഡ്ജ് അനലിറ്റിക്സിൻ്റെ 87 മില്യൺ ഫേസ്ബുക്ക് അതെ അവർ ഡാറ്റ മിസ്യൂസ് ചെയ്തു ഭാഗങ്ങൾ. അതിൽ 5.6 ലക്ഷം ഇന്ത്യക്കാർ പെട്ടിരുന്നു. അത്തരം ഈ ഇപ്പം നമ്മൾ ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് ബോട്ടൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ. അപ്പോൾ ഈ കൃത്രിമ ബുദ്ധി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊരു വലിയ ചർച്ച വേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്. നമ്മൾ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ആധുനികതയെക്കുറിച്ച്, സാങ്കേതിക ശാസ്ത്രത്തെക്കുറിച്ച്, ഉപകരണങ്ങൾ എന്ന ഒറ്റ ശീർഷകത്തിന് കീഴിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ അത് നമ്മുടെ ഒരു എക്സ്റ്റൻഡഡ് ആമാണ് എന്ന സങ്കല്പം നമുക്കുണ്ടാവും. ഭാരതം എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ മേലെ ഒരു സുശിക്ഷിതമായ സംസ്കൃതം അല്ലെങ്കിൽ സംസ്കരിക്കപ്പെട്ട ഒരു മനസ്സിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ പ്രത്യേകിച്ച് ഡാറ്റായിസത്തിൻ്റെ ആ ഭാഗത്ത് ഹിന്ദുത്വവും ഡാറ്റായിസവും തമ്മിൽ എന്താ ബന്ധമെന്നൊക്കെ ചില ആൾക്കാർ ചോദിച്ചേക്കാം.
അപ്പോൾ ഈ പുസ്തകം ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷും ഹിന്ദിയും 2.5 ലക്ഷം കോപ്പിയിലേറെ ചുരുങ്ങിയ സമയം കൊണ്ട് വിറ്റഴിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഈ ഇൻഡസ് സ്ക്രോൾസ് പബ്ലിഷേഴ്സ് തന്നെ ഒരു ചെറിയ പഠനം നടത്തിയിട്ട് അവർ പറയുന്നത് കൂടുതലും യുവാക്കളും വിദ്യാർത്ഥികളുമാണ് വാങ്ങിയതെന്നാണ്. അതൊരു നല്ല അനുഭവമാണ്, ഒരു മാറുന്ന മനസ്സിൻ്റെ ഒരു. അപ്പോൾ അതിലൊരു കാരണം ഇത്തരം ചില ഭാഗങ്ങൾ പൂർണ്ണമായിട്ടല്ലെങ്കിലും അതിനകത്തുണ്ട്, അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. അതൊരു ഫ്രാങ്കൻസ്റ്റീൻ മോൺസ്റ്റർ ആണോ എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് യുവാൽ നോവാൻ ഹരാരിയുടെ 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ച്വറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് പുസ്തകമുണ്ട്. ഹോമോസാപ്പിയൻസൊക്കെ എഴുതിയതിന് ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകം. അത് പൂർണ്ണമായിട്ട് 21 ലെസൺസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ ആധുനിക സാങ്കേതിക ശാസ്ത്രം, വിവരസാങ്കേതികത, ഈ കൃത്രിമ ബുദ്ധി, യന്ത്രബുദ്ധി ഒക്കെ, യന്ത്രപഠനം, മെഷീൻ ലേണിംഗ് ഒക്കെ എത്ര കണ്ട് ഹവോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു ലോകത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം, ലോകത്തിൻ്റെ ഏതോ കോണിലിരിക്കുന്ന ഒരു പിടി എലീറ്റ്സ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ്. ഇതിലൂടെയല്ല, അവരുടെ മോട്ടുകളിലൂടെ, അവരുടെ ബോട്ടുകളിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ടെക്നോളജി വേഴ്സസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് തന്നെ വന്ന് ഡെമോക്രസിയെ ടെക്നോളജി വെല്ലുവിളിക്കുന്നു. റഷ്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയത്ത് സംഭവിച്ചതാണ്. ഇതിൻ്റെ കാരണം മനസ്സിനെ ആരോ ഈ യന്ത്രസഹായത്തിൽ നിയന്ത്രിക്കുകയാണ്. അപ്പം അതിന് 21ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ, 20 അധ്യായത്തിലും ഈ അപകടങ്ങളെക്കുറിച്ച് വർണ്ണിച്ച ഹരാരി 21ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് കുഴപ്പങ്ങളെക്കുറിച്ചാണ്, അല്ലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇൻ ഷോർട്ട്, എന്താ ഒരു പരിഹാരം? വാട്ട്സ് ദ വേ ഔട്ട്? അദ്ദേഹം പറയുന്നത് ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതെങ്കിലും ലോകത്തിൻ്റെ കോണിലിരിക്കുന്നവർ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണത്തിലെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രണത്തിലെടുക്കുക. അതിനെന്താ വഴി? യോഗ ആൻഡ് മെഡിറ്റേഷൻ. അപ്പോൾ എവിടേക്കാണ് വരുന്നത്? വളഞ്ഞു ചുറ്റി വരുന്നത് ആ മനസ്സിൻ്റെ എന്ന് വെച്ചാൽ ആ ആധുനികവും ഏറ്റവും ഉയർന്നതുമായ ശാസ്ത്രം ഭാരതത്തിൻ്റെ സ്വന്തമായ ശാസ്ത്രമാണ്. ഏറ്റവും മോസ്റ്റ് മോഡേൺ എന്നോ മോസ്റ്റ് ടോപ്പ് എന്നൊക്കെ പറയാവുന്ന ശാസ്ത്രം നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അത് നമ്മളിപ്പോഴും വേണ്ടത് ഉപയോഗിക്കുന്നുണ്ടോ? അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനെ ഞാൻ ഹിന്ദുത്വാധാരിതമായ വിദ്യാഭ്യാസം എന്ന് പറയും. അപ്പോൾ അതിൽ നമുക്ക് ഊന്നാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാരതീയ ജ്ഞാന പരമ്പരയിലുള്ള ഈ മാർഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ തന്നെ ഈ പ്രശിക്ഷണം, ബാഹ്യകാര്യങ്ങളിൽ അഭിരമിക്കാതെ ഉള്ളിലേക്ക് നോക്കുക, അതൊരു വലിയ ശാസ്ത്രമാണ്. നമ്മുടെ തലമുറ നമ്മൾ ഈ ഇപ്പോൾ ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകളുടെ പേരുകളൊന്നും വെക്കാതിരുന്നു വലിയ കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേറ്റന്റിന് വേണ്ടി മത്സരിച്ചിട്ടുമില്ല ഇവിടെ. അതെ, ഇപ്പോഴാണ് അതൊക്കെ വേണ്ടി വരുന്നത്. അതെ അതെ അതെ. ഈ നെഹ്റുവിൻ്റെ മതേതരത്വം കശ്മീരിലും കേരളത്തിലും മത തീവ്രവാദത്തിന് വഴിമരുന്നിട്ടു എന്നൊരു വിശ്വാസമുണ്ട്. ഈ പുസ്തകത്തിലും ഒരു ഇതുണ്ട്, ഒരു അന്തർധാരയായിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഭാരതവൽക്കരണം നമ്മൾ സാധ്യമാക്കുക? അല്ല, നെഹ്റുവിൻ്റെ ആശയങ്ങൾ, മതേതരത്വം എന്ന് പറയുന്ന ആശയം പിന്നീട് മകളത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കി മാറ്റി എമർജൻസിയിൽ കൊണ്ടുവരികയും ചെയ്ത്, നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ കാശ്മീരം ഒരു വലിയ തലവേദനയായി നമുക്ക് മാറി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വികലമായ ആശയമാണ് മതേതരത്വം എന്ന ആശയം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ് നടക്കുമ്പോൾ അതിൽ മതേതരത്വം പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തണമെന്ന വാദം മുന്നോട്ട് വച്ചിരുന്നു. നെഹ്റുവിൻ്റെ ഐ വുഡ് ലൈക്ക് ടു കോൾ ഹിം എ സ്റ്റൂജ് ഓഫ് നെഹ്റു എന്ന് ഞാൻ കണക്കാക്കും. പ്രൊഫസർ ജോഷിയിലൂടെ ആ വിഷയം വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ബാബാസാഹബ് അംബേദ്കറും മല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ഒക്കെ ശക്തമായി പറഞ്ഞു ഭാരതത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഭാരതം ഓൾറെഡി വിശ്വസിക്കുന്നത് ഈ മതേതരത്വം എന്ന ഈ പാശ്ചാത്യ സങ്കല്പത്തിൻ്റെയും അപ്പുറത്തുള്ള സർവധർമ്മ സമഭാവനയിലാണ്. 1905 ഒരു ചെറുകിട പത്രപ്രവർത്തകൻ കോയിൻ ചെയ്ത പദമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞ് നിഷേധിച്ച കാര്യം. പക്ഷേ നെഹ്റുവിൻ്റെ മനസ്സിൽ ഇത് വേണമെന്ന് അന്നേ ആഗ്രഹമുണ്ട്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാശ്മീരിലായാലും ഇനി കേരളത്തിലായാലും അല്ലെങ്കിൽ ബംഗാളത്തിലായാലും, ബംഗാളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെടുത്തിയൊരു പ്രത്യേക ഭാഗമായിട്ട് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും മോഡേൺ ട്രെൻഡ് ഒരു ഗ്രേറ്റർ ബംഗാളിൻ്റെ നിർമ്മാണത്തിലാണ്. ഈ ദീദി അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ ബംഗാൾ പ്രസിഡൻസി
ഒറീസയുടെ ചില ഭാഗങ്ങൾ, ബീഹാറിൻ്റെ ചില ഭാഗങ്ങൾ, ബംഗാളിൻ്റെ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രേറ്റർ ബംഗാൾ എന്ന ഒരു കൺസെപ്റ്റ് ഒരു പക്ഷേ ഐ എം തിങ്കിങ് ഇനി വളരെ വേസ്റ്റ് കണ്ടീഷനിൽ വീണ്ടും മമതയ്ക്ക് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നതും ഖാലിസ്ഥാൻ ഭീകരവാദത്തെക്കാൾ, കാശ്മീർ ഭീകരവാദത്തെക്കാൾ വലിയ അപകടങ്ങൾ വിതയ്ക്കാൻ പോകുന്ന ഒന്നാണ് ബംഗാളിൽ ഉരുവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയും പിന്നിൽ ഈ വികല മതേതര സങ്കല്പമാണ് എന്ന് പറയാം. ഇതിനെന്താണ് പരിഹാരമായിട്ടുള്ളത്? പരിഹാരം എന്ന് പറയുന്നത് ഈ ഭാരത കേന്ദ്രിതമായ ആശയഗതി ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്ര പെട്ടെന്ന്, എത്ര തീവ്രമായി കൊണ്ടുചെല്ലാൻ എല്ലാവരും ചേർന്ന്, അതിന് വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ്. ഉത്തരവാദിത്തപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനം, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും രാഷ്ട്രത്തോട് കൂറുണ്ടാവുക, മതത്തിനപ്പുറത്തേക്ക് എന്ന നിലയിലേക്ക് ഓരോരുത്തരും അതിനെ സമീപിക്കുന്ന, അങ്ങ് ചോദിച്ചല്ലോ ഇതിനെന്താ ഭാരതവൽക്കരണം എങ്ങനെയാണ് പരിഹാരമാവുക, അതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇപ്പം നമ്മൾ കേരളത്തിലെ അവസ്ഥയൊന്ന് വിലയിരുത്തി നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മതേതരത്വത്തിൻ്റെ കാപട്യം കാരണം ഭാരതീയമായ എല്ലാത്തിനെയും എതിർക്കുകയാണ്. എല്ലാത്തിനെയും ദൂരെ നിർത്താൻ ശ്രമിക്കല്ലേ, എല്ലാത്തിനെയും. പച്ചയായ കള്ളത്തരങ്ങൾ, പ്രകടമായ വിധത്തിലുള്ള കള്ളത്തരങ്ങൾ, പക്ഷപാതിത്വം, കുടുംബക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഭീകരവാദം, ഹിന്ദുക്കൾക്ക് മാത്രം വിശ്വാസം പാടില്ല, ഇതെല്ലാം കേരളത്തിൽ നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ വലിയൊരളവോളം ഇപ്പം മറ്റു ചില സ്ഥലങ്ങളിൽ അത് പരിഹരിക്കുകയാണ്. ഉത്തർപ്രദേശും ഒട്ടും മോശമായിരുന്നില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ ഭരണകൂടത്തിൻ്റെ ശക്തി, കരുത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഭാരത കേന്ദ്രിതമായ ആശയം, ഞാൻ പറയുകയാണെങ്കിൽ ഭാരത് ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ് ചിന്താഗതിയെ കൊണ്ടുചെല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് ഫലം കാണുകയാണ് അവിടെ. ഇപ്പോൾ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എന്നേക്കെന്നേ അത് ഇല്ലാതെയാക്കാമായിരുന്നു. ബാബാ സാഹേബ് അംബേദ്കറൊക്കെ സ്വപ്നം കണ്ടത് 10 വർഷത്തിനുള്ളിൽ പരമാവധി. ഇത് ട്രാൻസിഷണറി ആണ് ആർട്ടിക്കിൾ 370 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ നെഹ്റു ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ പറഞ്ഞു വരുത്തിയത് അതൊരിക്കലും അടർത്തി മാറ്റാൻ പറ്റില്ല, അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോഴും ഷെയ്ഖ് അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ള ആൾക്കാർ പറയുന്നത് എന്താണ്? ഇപ്പോൾ അവിടെ വർഗീയ കലാപങ്ങൾ കുറഞ്ഞില്ലേ, ബോംബേർ കുറഞ്ഞില്ലേ, ചോരയൊഴുക്കൽ കുറഞ്ഞില്ലേ, അടിക്കടി ആളുകളുടെ ശവയാത്രകളിൽ പങ്കെടുക്കുന്ന പരിപാടികൾ കുറഞ്ഞില്ലേ എന്നൊരു പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ എത്ര ധിക്കാരത്തോടെയാണ്, എത്ര പകയോടെയാണ് അബ്ദുള്ള ചോദിക്കുന്നത്. ഞാൻ പറയാണ്, അത് വലിയ താമസമൊന്നുമില്ല, അത് കൂടിക്കോളുന്നു. അപ്പോൾ ആ മനസ്ഥിതിക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കാശ്മീർ ഒരു തരത്തിൽ പറഞ്ഞാൽ ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, കോടാനുകോടി രൂപ നമ്മുടെ എക്സ്ചക്കറിലേക്ക്, റവന്യൂയിലേക്ക് വരുമാനം തരുന്ന ടൂറിസം മേഖലയുടെ വളർച്ചയിലേക്ക്, പുതിയ പുതിയ വ്യവസായങ്ങൾ വളരുന്നതിലേക്കൊക്കെ എത്തുകയാണ്. അത് POKയിലുള്ളവരും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് POKയിലെ ഇപ്പോഴത്തെ ഈ സഡൻ അബ്സർജ്, അവരും അതാണല്ലോ പറയുന്നത്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് ചേർന്നാലേ മതി എന്നാണ്. ഇത് പറയുന്നവർ ബംഗാളത്തിലുമുണ്ട്. ഈ പറയുന്നവർ ഒരുപക്ഷെ POKയിൽ മാത്രമുള്ളവരല്ല, അതിനപ്പുറത്തുള്ളവരുണ്ട്. ഇപ്പം അവിടെയൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊരു വലിയ സാമ്പത്തിക പരിവർത്തനം കൂടിയായിരിക്കും ഭാരതത്തിൽ ഉണ്ടാവുക. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് എത്ര സമ്പന്നമായ പ്രദേശമാണ്. മാത്രമല്ല അവിടുത്തെ ഈ വൈദ്യുതി പാകിസ്ഥാന് കൊടുക്കുന്ന എല്ലാ അണക്കെട്ടുകളും POKയിലാണ്. ഞാൻ അതിനെക്കൂടി കണ്ടിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പുതിയ ചില ഖനനങ്ങളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ചില പുതിയ സൂചനകൾ, അതൊക്കെ ഭാരതത്തിൻ്റെ ഈ സ്വർണ്ണക്കിളിയായിട്ടുള്ള ഭാരതത്തിൻ്റെ പറന്നുയരിൽ കാണാൻ സഹായിക്കുന്നതാണ്. അവസാനമായിട്ട് അംബേദ്കറിനെ പറ്റി ഇതിൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ ഈ പത്രപ്രവർത്തനം അധപ്പതിക്കുന്നതിനെ പറ്റി പറയുന്നൊരു ഭാഗവും ഉണ്ട്. എൻ്റെ മേഖലയുമാണ്. പക്ഷേ എനിക്കും വല്ലാത്ത വിഷമം അക്കാര്യത്തിലുണ്ട്. കേരളത്തിലേക്ക് ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇന്നാണ് ഒരു പ്രധാനപ്പെട്ട പത്രം മോദി ജയിക്കും എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ മാധ്യമങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ, ഇതും എത്ര കാലം തുടരും എന്നാണ് തോന്നുന്നത്? അതിനും മാറ്റം വരും. പക്ഷേ ആ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇനിയും നമുക്ക് കൂടുതൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. കാരണം ഇപ്പോൾ ഈ അംബേദ്കർ പറഞ്ഞ അന്നത്തെ കാലത്ത് പോലും, അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി
തന്നെ പത്രങ്ങൾ തുടങ്ങിയിരുന്ന കാലത്ത് പോലും കച്ചവട താല്പര്യം വെച്ച് തുടങ്ങിയ പത്രങ്ങളും ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രകീർത്തിക്കാൻ വേണ്ടി തുടങ്ങിയ പത്രങ്ങളെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു സോപ്പ് കമ്പനി പോലെയാണ് ഇപ്പോൾ പത്രവ്യവസായം എന്ന് പറയുന്നത് എപ്പോഴും സ്വാതന്ത്ര്യസമര കാലഘട്ടത്തെ എടുത്തു കഴിഞ്ഞാൽ അത് സേവനത്തിൽ തുടങ്ങി സേവനത്തിലൂടെ സേവനത്തിൽ അവസാനിക്കുന്ന ഒന്നായിരുന്നു. ആദ്യവും മധ്യത്തിലും അവസാനത്തിലും സേവനമായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ചുരുങ്ങിയ വർഷം സേവനം ഉണ്ടായിരുന്നു തുടക്കത്തിലെങ്കിലും അവസാനം എത്തുമ്പോൾ അതൊരു കച്ചവടമായിട്ട് മാറി. അതങ്ങനെ ക്രമാനുഗതമായി വന്ന് ഇപ്പോൾ കച്ചവടം മാത്രമായി. പലപ്പോഴും എനിക്ക് വേദന ഉണ്ടാക്കിയ ഒരു അനുഭവം ഞാൻ പറയാറുണ്ട്. ഒരു വലിയ പത്രപ്രവർത്തകൻ, ഒരു പത്രമുതലാളി നടത്തിയൊരു പ്രസംഗം ഡൽഹിയിൽ കേൾക്കാനുള്ള ദൗർഭാഗ്യം ഉണ്ടായി. അത് യുവ പത്രപ്രവർത്തകരുടെ ഒരു പരിശീലന കളരിയായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ഭാരതത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ മുതലാളിയാണ്. മുതലാളി മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററും എല്ലാം ഒന്നായിട്ട് ആണല്ലോ ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കാരണം അദ്ദേഹമാണ് സ്പോൺസർ ചെയ്തേക്കുന്ന ആ വലിയ അപ്പോൾ അവിടെ ഈ കേസരിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അന്ന് പ്രചാർ ചുമതല ഉണ്ടായിരുന്നുകൊണ്ട് എന്നെയും ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം തന്നെ എത്ര ബ്ലണ്ടായിട്ടാണ്, രഹസ്യമായിട്ടല്ല ഇവരിത് പറയുന്നത്. ഇവർ പറഞ്ഞത്, മൈ ഡിയർ യങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ജേർണലിസം മീഡിയ ഫീൽഡ് ഈസ് നോ മോർ എ സർവീസ്, ഇറ്റ് ഈസ് എ ട്രേഡ്. അപ്പോൾ ഇതൊരു കച്ചവടമാണ്. അപ്പോൾ ഈ കച്ചവടം വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നിറവും ഗുണവും മണവും കൂടുതലുണ്ടെന്ന് തോന്നിപ്പിക്കണം. ഇതാണ് ഉപയോഗിച്ച വാക്ക്, തോന്നിപ്പിക്കണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വാർത്തകളെ ഒരു ഉൽപ്പന്നമായി കണക്കാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മേഖലയിൽ ജയിക്കാൻ കഴിയുള്ളൂ എന്ന് പച്ചയായി പറഞ്ഞു കൊടുക്കുകയാണ് യങ് പ്രൊബേഷൻ പീരീഡിലുള്ള പത്രക്കാർക്ക്. അപ്പോൾ ഇത് രഹസ്യമായിട്ടല്ല, കുറച്ച് മെയിൻ എഡിറ്റേഴ്സിനെ വിളിച്ചു വരുത്തിയ കാര്യം ഇതൊക്കെയാണെങ്കിലും സ്ഥാപനം നിലനിൽക്കണം, നമുക്ക് ഇന്ന കൂടെയൊക്കെ ഇന്ന ആളെ ഒന്നും എന്നല്ല. തുടങ്ങാൻ പോകുന്നവരോടുകൂടി പറയുന്നത് ട്രേഡാണ്, അല്ലാതെ വേറൊന്നല്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിന് മാറ്റം വരണമെങ്കിൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറയാറുണ്ട് സർക്കാർ, പലപ്പോഴും അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നിട്ട് ഈ നാടിന്, പാരമ്പര്യത്തിന്, സമൂഹത്തിന്, നമ്മുടെ സംസ്കാരത്തിന് അപകടം ചെയ്യുന്ന വിധത്തിലുള്ള പത്രപ്രവർത്തനത്തിൽ നിന്ന് ചുരുങ്ങിയ വർഷം മാറി നിൽക്കാനുള്ള ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നിയമനിർമ്മാണത്തിലൂടെ മാത്രം ഉണ്ടാവുമെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് മോദി ഇനിയിപ്പോൾ സന്യസിക്കാൻ പോകും, മോദി സഞ്ചി എടുക്കാറായി, വലിയ തിരിച്ചുവരവാണ് ലോകൈക ബുദ്ധിമാനായ ഈ വ്യക്തി നടത്തുന്ന പ്രസംഗങ്ങൾ. അത് എന്താണ് അദ്ദേഹത്തിൽ കാണുന്ന രാഷ്ട്രീയ മഹത്വം ഇവരൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഇവിടുത്തെ പത്രമാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇന്നെങ്കിലും മോദി തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു, ഞാൻ മോദി എന്ന വിഷയം മാത്രമല്ല, സത്യം തിരിച്ച് വരുന്നു, സത്യം പറയാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഏതായാലും പത്രമാധ്യമങ്ങളുടെ മേഖലയിൽ ഈ ഒരു വലിയ പരിവർത്തനം വരുത്തണമെങ്കിൽ മാധ്യമ വിദ്യാഭ്യാസ മേഖലയിലും മാറ്റം വരുത്തണം. ഇപ്പം നിലവിലിപ്പോൾ ഉള്ള മാധ്യമ സ്ഥാപനങ്ങൾ, എൻ്റെ ഈ സംഘടനാപരമായ ചുമതല കൊണ്ടും എനിക്ക് പലപ്പോഴും യാത്ര ചെയ്യാൻ പറ്റിയപ്പോഴൊക്കെ ഇത്തരം പല ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, യൂണിവേഴ്സിറ്റീസ് കാണാനും അവരായിട്ട് സംവദിക്കാനും ഒക്കെ ഇട വന്നിട്ടുണ്ട്. പലയിടത്തും ഞാൻ ചോദിച്ച, നമുക്കറിയാവുന്ന ചോദ്യമല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, ചോദിച്ചൊരു കാര്യം, ഈ ഭാരതീയ കമ്മ്യൂണിക്കേഷൻ തിയറീസ് എവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? എൻ്റെ അനുഭവത്തിൽ അപൂർവമായ സ്ഥലങ്ങളിലാണ് ഈ ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ തിയറീസ്, മൊത്തം കമ്മ്യൂണിക്കേഷൻ തിയറി, സംവാദ സിദ്ധാന്തങ്ങൾ മുഴുവൻ അങ്ങേക്കറിയാമല്ലോ എന്നെക്കാൾ, പാശ്ചാത്യ സിദ്ധാന്തങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഗീതയുടെ മാധ്യമ അല്ലെങ്കിൽ ഒരു സംവാദ ശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ ഈ യമ നചികേത സംവാദത്തിൻ്റെ ഉള്ളിലൊരു മാധ്യമ സംവാദമുണ്ട്, അല്ലെങ്കിൽ ഭരതമുനി നാട്യശാസ്ത്രത്തിലൂടെ നമ്മുടെ മുമ്പിൽ വെച്ച ഒരു സംവാദ തന്ത്രമുണ്ട്, സംവാദ ശാസ്ത്രമുണ്ട്. അഭിനവ ഭാരതിയിലൂടെ അഭിനവഗുപ്തൻ മുന്നോട്ട് വയ്ക്കുന്നൊരു ശാസ്ത്രമുണ്ട്. ഇതിനെല്ലാം ഉപരി പുരാണ പ്രസിദ്ധനായ നാരദ മഹാമുനി അദ്ദേഹത്തിൻ്റെ സൂക്തങ്ങളിലൂടെ മുന്നോട്ട് വെച്ച സംവാദ തന്ത്രങ്ങളുണ്ട്. അതിനെയാണ് വേദവ്യാസൻ 4 വരിയിൽ ചുരുക്കി പറയുന്നത്, നാരം പരമാത്മ വിഷയകം ജ്ഞാനം ദദാതീതി നാരദ. മനുഷ്യനെക്കുറിച്ചുള്ള മനുഷ്യ സംബന്ധിയായ സദ്വാർത്തകൾ നൽകുന്നവനാണ് നാരദൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നാരദനെ ഒരു കോമിക് കഥാപാത്രമാക്കി നമ്മൾ മാറ്റി വേറൊരു വിഷയം. പക്ഷേ ചോദ്യം,
ഈ ഭാരതീയമായ കമ്മ്യൂണിക്കേഷൻ തിയറീസ് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? പാശ്ചാത്യൻ്റെ സിദ്ധാന്തം പഠിപ്പിച്ചാൽ മതിയോ? ഒരേ സമയത്ത് എന്തോ തിന്നാൻ ഇറച്ചി കൊടുത്ത പട്ടിയുടെ വായിൽ, അപ്പോൾ തിന്നുന്നതിനോടൊപ്പം തന്നെ മണിയോട് അടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇറച്ചി വയ്ക്കാതെ മണി മാത്രം അടിക്കുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് സലൈവ ഒഴുകി വീണു. ഇതൊക്കെയാണ് സംവാദതന്ത്രത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളായി ഇപ്പോഴും ആവർത്തിച്ച് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എത്ര മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഭാരതീയ ഈ സംവാദതന്ത്രം, കമ്മ്യൂണിക്കേഷൻ തിയറീസ് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭാരതീയ സംവാദ ആശയവിനിമയ തന്ത്രങ്ങളും കൂടി ഇവർ ശ്രദ്ധിക്കട്ടെ. എനിക്കുള്ളൊരു ദുഃഖം പറഞ്ഞ് ഞാൻ നിർത്താം. കച്ചവടമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഫണ്ട് മേടിച്ചിട്ട് വേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.